പ്ലസ് ടുവിന് കേവലം 55% മാർക്കുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം വലിയൊരു കരിയർ ഉണ്ടാവാനും ഹൗസ് ബിൽഡിങ്ങിന് പോയ വിദ്യാർത്ഥി 6,54,00,000 രൂപ സമ്പാദിച്ചിട്ടും ഉണ്ടാവും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ക്ലാരിറ്റിയും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പോസിറ്റീവായും നെഗറ്റീവായുമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു തീരുമാനമെടുക്കാനും നിങ്ങളുടെ ലൈഫിൽ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ടുള്ളത് എഡ്യൂഫ്ലെയറിന്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് KM റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു അജിത്. സാർ, എന്താണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം? ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു വിദ്യാർത്ഥിയും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ജർമ്മനിയിൽ പോയി സൗജന്യമായി പഠിക്കുവാനും പഠിക്കുന്നതിനോടൊപ്പം പ്രതിമാസം 1.5 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് വാങ്ങുവാനും പഠനശേഷം 3.5 ലക്ഷം രൂപയോളം ശമ്പളമുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും ഓവർ ടൈമും മറ്റും ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപയിലധികം പ്രതിമാസം വരുമാനം സമ്പാദിക്കാനും 2 വർഷം കൊണ്ട് ജർമ്മനിയിലെ PR കിട്ടുവാനും ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കുന്ന പ്രോഗ്രാമാണ്. സാർ, ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ ഒരു കരിയർ പാത്വേ ഉള്ളൊരു പ്രോഗ്രാമാണ്. പ്ലസ് ടുവിന് ആവറേജ് മാർക്കുള്ളൊരു വിദ്യാർത്ഥിക്ക് പോലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാവുന്നതിലൂടെ കരിയറിനെ പെർമനൻ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരാൾക്ക് ജർമ്മനി പോലെയുള്ള വികസിതമായ ഒരു രാജ്യത്ത് പോയി സൗജന്യമായിട്ട് പഠിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നു. അവർക്ക് പഠിക്കുന്ന സമയത്ത് 1.5 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് കിട്ടുന്നു. പഠനശേഷം ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നു. ആ ജോലിയിൽ പ്രതിമാസം 3.5 ലക്ഷം രൂപയോളം ശമ്പളം നേടുവാൻ അവർക്ക് കഴിയുന്നു. ഓവർ ടൈമും മറ്റും ചെയ്യുകയാണെങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപയിലധികം പ്രതിമാസം സമ്പാദിക്കാനുള്ള അവസരമുണ്ടാകുന്നു. കൂടാതെ ജർമ്മനിയിൽ പെർമനൻ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടി 2 വർഷം കൊണ്ട് അവിടുത്തെ PR-ഉം അവർക്ക് ലഭ്യമാകുന്നു. വേണ്ടവർക്ക് പിന്നീട് ജർമ്മനിയിലെ സിറ്റിസൺഷിപ്പിനുള്ള അവസരവുമുണ്ട്. ഇതെല്ലാം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ ഏറ്റവും ഉയരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു പ്രോഗ്രാമുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ എന്താണ് വേറിട്ട് നിർത്തുന്നത്? ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ജോബ് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാഭ്യാസവും ജോബ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിന് ശേഷം മത്സര പരീക്ഷകളിൽ കൂടി വിജയിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ജോലി കിട്ടുന്നത്. അതായത് പഠനവും ജോലിയും തമ്മിൽ യാതൊരു വിധത്തിലും ലിങ്ക് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമിലല്ല ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. എന്നാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജോബ് അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പഠിക്കാമെന്ന് മാത്രമല്ല, പഠിക്കുമ്പോൾ 1.5 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡ് വാങ്ങാൻ സാധിക്കും. കൂടാതെ പഠനം കഴിഞ്ഞാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അത്തരത്തിൽ അവർ ഈ പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന അന്നു മുതൽ അവരുടെ ജീവിതം പെർമനൻ്റ്ലി സെറ്റിൽഡ് ആവുന്ന ഒരു പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത്? ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാവുന്നത്. സാമ്പത്തിക ശേഷി കുറഞ്ഞതും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം, അതുപോലെ തന്നെ ആവറേജ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം അവർക്ക് വലിയൊരു കരിയർ ഉണ്ടാവാനും ജർമ്മനി പോലെയുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയി ജീവിക്കാനും ഈ പ്രോഗ്രാം അവർക്ക് അവസരം നൽകുന്നുണ്ട്. സാമ്പത്തിക ശേഷി കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന അവസരത്തിൽ തന്നെ 1.5 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് പ്രതിമാസം നേടുവാൻ ഈ പ്രോഗ്രാം അവരെ സഹായിക്കുന്നു. ജർമ്മനി പോലെയുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയി തികച്ച് സൗജന്യമായിട്ട് പഠിക്കാൻ അവർക്ക് ഈ പ്രോഗ്രാം അവസരം നൽകുന്നു. കൂടാതെ പഠനം കഴിഞ്ഞാൽ 3.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനും ഈ പ്രോഗ്രാം അവരെ സഹായിക്കുന്നു. 2 വർഷം കൊണ്ട് ജർമ്മനിയിലെ ഒരു PR ലഭിക്കുവാനും അവരെ ഈ പ്രോഗ്രാം സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആവറേജ് മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാവുന്ന പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഇത്തരത്തിലെല്ലാമാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ഏറ്റവും ഉയരത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത്. ഈ പ്രോഗ്രാം മറ്റുള്ള പ്രോഗ്രാമിൽ നിന്നല്ല വിഭിന്നമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം MBBS-നേക്കാൾ മികച്ചതാണെന്ന് എന്തുകൊണ്ടാണ് സാർ പറയുന്നത്? തീർച്ചയായും ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ടാവും, വെറുതെ സംസാരിക്കുകയാണെന്ന്. നമുക്കിതിനെ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ MBBS പഠിക്കാൻ ഒരു വിദ്യാർത്ഥി തിരഞ്ഞെടുക്കുന്നത് പ്ലസ് ടുവിന് 95% മാർക്കുള്ള വിദ്യാർത്ഥികളാണ്. അവർ പ്ലസ് ടു പഠന സമയത്തും പിന്നീട് റിപ്പീറ്റും റീറിപ്പീറ്റും ഒക്കെ ചെയ്തിട്ടാണ് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്.
കേരളത്തിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഒരു വർഷം നീറ്റ് എക്സാം എഴുതുന്നുണ്ട്. അതിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പ്രാപ്തമാവുന്നത് 1200 റാങ്കിൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ്. അപ്രകാരം 2 ലക്ഷത്തിൽ നിന്ന് 1200 ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ കഠിനമാണ്. അത്തരത്തിൽ സെലക്ഷൻ കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ, സർക്കാർ മെഡിക്കൽ കോളേജിൽ 5.5 വർഷക്കാലം MBBS പഠനം നടത്തുന്ന അവസരത്തിൽ സ്റ്റൈപ്പൻഡോ മറ്റോ ലഭ്യമല്ല. MBBS പഠനം പൂർത്തിയാക്കിയൊരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 35,000 രൂപ മുതൽ 40,000 രൂപ വരെ മാത്രമാണ്. അവരുടെ ജോലി മിക്കപ്പോഴും കാഷ്വാലിറ്റിയിലോ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. നമ്മൾ പോലും ഒരു സാധാരണ MBBS ഡോക്ടറായിട്ട് അംഗീകരിക്കുന്നില്ല. നമ്മൾ പനി വന്നാൽ ഒരു PG ഉള്ള ഡോക്ടറെയാണ് സാധാരണയായി കാണാൻ വേണ്ടി പോകുന്നത്. ഈ MBBS വിദ്യാർത്ഥി പിന്നീട് PG എടുക്കണമെങ്കിൽ നീറ്റ് PG എക്സാം എഴുതണം. അത് മെറിറ്റിൽ വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. ബാക്കി വിദ്യാർത്ഥികൾ PG പഠിക്കണമെങ്കിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് ഏകദേശം 75 ലക്ഷം രൂപ മുതൽ 1.25 കോടി രൂപ വരെ മുടക്കിയിട്ടാണ് PG പഠിക്കുന്നത്. ഈ PG പഠനം എന്ന് പറയുന്നത് 3 വർഷം എന്ന് പറയുന്നത് പ്രായോഗികമായി 4 വർഷം കഴിയുമ്പോഴാണ് അവസാനിക്കുന്നത്. ഈ PG പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും 4 വർഷം പഠിക്കണം. അങ്ങനെ ഏറ്റവും മെറിറ്റുള്ള +2-ന് 95% മാർക്കുള്ള വിദ്യാർത്ഥികൾ എവിടെയും ഡ്രോപ്പ് ആവാതെ തുടർച്ചയായി 14 വർഷം പഠിച്ചാലാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി ഉള്ളൊരു ഡോക്ടറായി പുറത്തു വരുന്നത്. അപ്രകാരം പുറത്തു വരുന്ന ഡോക്ടർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് കേവലം 1.5 ലക്ഷം രൂപയോളം മാത്രമാണ്. എന്നാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് +2-ന് കേവലം 55% മാർക്കുള്ളൊരു വിദ്യാർത്ഥി 8 മാസക്കാലം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പഠിക്കുന്ന അവസരത്തിൽ 3 വർഷം പ്രതിമാസം 1.5 ലക്ഷം രൂപ കണക്കാക്കിയാൽ 54 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡായിട്ട് വാങ്ങുവാനും പിന്നീട് MBBS വിദ്യാർത്ഥിയുടെ 14 വർഷത്തെ പഠന കാലയളവിൽ 10 വർഷം ജോലി ചെയ്താൽ മാസം 5 ലക്ഷം രൂപ കണക്കാക്കിയാൽ 6 കോടി രൂപ ഈ കാലയളവിൽ സമ്പാദിക്കാനുള്ള അവസരമാണ് നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന വിദ്യാർത്ഥിക്കുണ്ടാകുന്നത്. അതായത് ഡോക്ടർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രിയുമായി 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ പ്രാപ്തനായി പുറത്തു വരുന്ന അവസരത്തിൽ ഹൗസ് ബിൽഡിങ്ങിന് പോയ വിദ്യാർത്ഥി 6.54 കോടി രൂപ സമ്പാദിച്ചിട്ടും ഉണ്ടാവും. ജർമ്മനി പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വികസിതമായ ഒരു രാജ്യത്തിൽ സെക്യൂർഡായി ജീവിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. എന്തുകൊണ്ടും MBBS എന്നല്ല, നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്രോഗ്രാമിനേക്കാളും ഏറ്റവും മികച്ച പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. സാർ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ജർമ്മനി പഠിക്കുന്നതെന്ന് പറയുന്നത്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്, പ്രസക്തവുമാണ്. കാരണം +2 കഴിയുമ്പോൾ സാമ്പത്തിക ശേഷി കുറഞ്ഞതും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠനം തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന് ഉത്തരം അവരെ ചിന്തിപ്പിക്കുന്ന ഒന്നായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു വിദ്യാർത്ഥി നഴ്സിംഗ് പഠിക്കണമെങ്കിൽ +2-ന് ഉയർന്ന മാർക്ക് ലഭിക്കേണ്ടതുണ്ട്. നഴ്സിംഗ് പഠനത്തിന് ഏകദേശം 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ നമ്മുടെ നാട്ടിൽ മുടക്കേണ്ടതുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾ കേരളത്തിൽ സീറ്റ് കിട്ടാതെ തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാണ് നഴ്സിംഗ് പഠനം നടത്തുന്നത്. ഫീസ് കൂടാതെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി എന്ന നിലയ്ക്കുള്ള ചെലവുകൾ വേറെയുണ്ട്. ഈ പഠനം പൂർത്തിയാക്കി വിദ്യാർത്ഥി പുറത്തു വരുമ്പോൾ അവർ പലപ്പോഴും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടാവും. ഒരു 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ പല വിദ്യാർത്ഥികളും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് നഴ്സിംഗ് പഠനത്തിന് വേണ്ടി പോകുന്നത്. അവരെ പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് കേവലം 15,000 രൂപ മുതൽ 20,000 രൂപ വരെ മാത്രമാണ് ശമ്പളം ലഭിക്കുന്നത്. എത്ര സീനിയർ നേഴ്സാണെങ്കിലും ഒരു 35,000 രൂപയിൽ കൂടുതൽ പൊതുവെ ശമ്പളം കിട്ടാറില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇതേ വിദ്യാർത്ഥി ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം വഴി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുകയാണെങ്കിൽ, അവർ ജർമ്മൻ ഭാഷ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കേവലം 8 മാസക്കാലത്തെ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജർമ്മനിയിൽ പോയി സൗജന്യമായി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ നാട്ടിൽ 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ ട്യൂഷൻ ഫീ കൊടുക്കേണ്ട ആ പ്രോഗ്രാം അവർക്ക് സൗജന്യമായിട്ട് അവിടെ പഠിക്കാനുള്ള അവസരമുണ്ട്. സൗജന്യമായി പഠിക്കാമെന്ന് മാത്രമല്ല, ഈ നഴ്സിംഗ് പഠന കാലയളവിൽ പ്രതിമാസം 1.5 ലക്ഷം രൂപ വീതം അവർക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കാനുള്ള അവസരം ഈ പ്രോഗ്രാമിൻ്റെ കൂടെയുണ്ട്. നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠന സമയത്ത് സ്റ്റൈപ്പൻഡ് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. കൂടാതെ ഇവിടെ 15,000 രൂപ മുതൽ 20,000 രൂപ ശമ്പളം കിട്ടുന്നതിന് പകരം ജർമ്മനിയിൽ നഴ്സിംഗ് പ്രോഗ്രാം കഴിഞ്ഞാൽ അവർക്ക് 3.5 ലക്ഷം രൂപയിലധികം ബേസിക് സാലറി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ നേഴ്സുമാർക്ക് ഓവർ ടൈം അലവൻസോ മറ്റോ കാര്യമായി ഒന്നും കിട്ടാറില്ല. ജർമ്മനിയിൽ അവരുടെ ജോലിക്ക് ശേഷം ഓവർ ടൈമായി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അവർക്ക് ഓവർ ടൈം അലവൻസ് കിട്ടും. അത് സാലറിയേക്കാൾ വളരെ മികച്ചതാണ്. അതായത് ഓവർ ടൈമൊക്കെ ചെയ്യാൻ തയ്യാറുള്ളൊരു നേഴ്സിനെ പ്രതിമാസം
5 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നതിന് പകരം ജർമ്മനി പോലെയുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയി ജീവിക്കാനുള്ള അവസരവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ജർമ്മനിയിലെ PR-ഉം സിറ്റിസൺഷിപ്പും എല്ലാം അവർക്ക് ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത്തരത്തിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ ഇവിടെ നേഴ്സിംഗ് പഠനം നടത്തുന്നതിനേക്കാൾ ജർമ്മനിയിൽ പോയി പഠിക്കുന്നത് വലിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തെ തീർച്ചയായും മാറ്റും. നഴ്സിംഗ് അല്ലാതെ മറ്റേതൊക്കെ പ്രോഗ്രാമുകളാണ് സാർ ഹൗസ് ബിൽഡിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ പറ്റി കേൾക്കുമ്പോൾ പൊതുവെ നമ്മൾ നേഴ്സിംഗ് പഠനം എന്നാണ് നമ്മൾ പൊതുവെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ 300-ലധികം ട്രേഡുകളിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമുണ്ട്. എല്ലാ ട്രേഡുകളിലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമില്ല. കുറേ പ്രോഗ്രാമുകൾ ജർമ്മൻകാർ കൂടുതലായി ഓപ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്. കുറേ പ്രോഗ്രാമുകൾ യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്നതുണ്ട്. കുറേ പ്രോഗ്രാമുകൾക്ക് വളരെയധികം സീറ്റുകളില്ലാത്ത പ്രോഗ്രാമുകളുണ്ട്. നമുക്ക് പൊതുവെ ഇപ്പോൾ പോകാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് തീർച്ചയായും നേഴ്സിംഗ് ഒന്നാമത്തെ ഒരു പ്രോഗ്രാമാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഹോട്ടൽ മാനേജ്മെൻറ്റിലെ തന്നെ ഫ്രണ്ട് ഓഫീസ്, അതേപോലെ തന്നെ ഷെഫ്, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളുണ്ട്. ഫുഡ് ടെക്നോളജി ഒരു പ്രോഗ്രാമാണ്. ലോജിസ്റ്റിക്സ് മറ്റൊരു പ്രോഗ്രാമാണ്. മെക്കട്രോണിക്സ്, IT മുതലായ ഇതൊക്കെ പോപ്പുലറായിട്ട് ഇന്ന് നമുക്ക് പോകാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ്. അതേസമയം ഓരോ വർഷവും പുതിയ പുതിയ പ്രോഗ്രാമുകൾ എമേർജ് ചെയ്ത് വരുന്നുമുണ്ട്. ഇപ്പം റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ മെക്കട്രോണിക്സിൽ തന്നെ പല വിഭാഗങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ പ്രോഗ്രാമുകളിൽ വിദ്യാർത്ഥികൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. സാർ, ഈ ജർമ്മനിയിലെ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൾച്ചറുമായിട്ട് വിഭിന്നമായിട്ടുള്ളൊരു കൾച്ചറാണല്ലോ. അപ്പം ഇവിടുന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥി അവിടുത്തെ കൾച്ചറുമായിട്ട് വേഗത്തിൽ അഡാപ്റ്റഡ് ആവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമോ? ഇത് മാതാപിതാക്കൾ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ പോകുമ്പോൾ വളരെ വിഭിന്നമായ ഒരു കൾച്ചറിലേക്ക് പോകുമ്പോൾ അവർക്കത് സ്വീകരിക്കാൻ എങ്ങനെ സാധിക്കും, അതുമായിട്ട് വളരെ വേഗം അഡോപ്റ്റഡ് ആവുക എന്നൊക്കെയുള്ള ചോദ്യം. ഇതിന് ഉത്തരം എന്ന് പറയുന്നത്, എപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് വളരെ വേഗം അഡോപ്റ്റഡ് ആവാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പം അവർ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ജർമ്മനി പോലെയുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് പോകുമ്പം 20-30 വർഷം മുന്നിലുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് അവർ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, കൾച്ചർ, ഇതെല്ലാം നമ്മളിന്ന് അനുഭവിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് ഒരു 20-30 വർഷം മുൻപിലുള്ളതാണ്. അവർ വളരെ സന്തോഷപൂർവ്വം ആ സിസ്റ്റത്തിലേക്ക് വളരെ പെട്ടെന്ന് അഡോപ്റ്റഡ് ആവും. അതേ സമയത്ത് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അതിൽ നിന്ന് പിന്നിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഒരു വിദ്യാർത്ഥി പോകുന്നതെങ്കിൽ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ വയനാട്ടിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥി കൊച്ചിയിൽ പോവുകയാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് കൊച്ചിയിലെ സിസ്റ്റവുമായി അഡോപ്റ്റഡ് ആവും. അതേ സമയത്ത് കൊച്ചിയിൽ ജനിച്ചു വളർന്നൊരു വിദ്യാർത്ഥി വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ആ സിസ്റ്റമായി അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൊച്ചിയിലുള്ള സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് പുറകിലായിരിക്കും വയനാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയത്ത് വയനാട്ടിലെ ഗ്രാമപ്രദേശത്ത് ജീവിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലെ പട്ടണത്തിലെ ഒരു സിസ്റ്റത്തിലേക്ക് അവൻ വളരെ സന്തോഷപൂർവ്വം അഡോപ്റ്റഡ് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അവരുടെ ജീവിതത്തിനെ എളുപ്പത്തിലാക്കി തീർക്കുന്ന ഒന്നാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി ചെല്ലുന്ന അവസരത്തിൽ തന്നെ അവരുടെ ജീവിതം വളരെ എളുപ്പമാക്കി തീർക്കുന്ന ടെക്നോളജി അവിടെയുണ്ട്, സൗകര്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുണ്ട്, കുറേ കൂടി നമ്മളെക്കാളും മുന്നിൽ സഞ്ചരിക്കുന്ന കൾച്ചർ അവിടെയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ വേഗം സന്തോഷപൂർവ്വം അതുമായി അഡോപ്റ്റഡ് ആവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന കാര്യം. മാർക്ക് പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. അവർക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് സാറിന് സംസാരിക്കാമോ? ഈ ചോദ്യവും ഇതിൻ്റെ ഉത്തരവും മാതാപിതാക്കളും കുട്ടികളും കേൾക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇന്ന് +2 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഉയർന്ന മാർക്ക് കിട്ടിയാൽ മാത്രമേ എന്ത് പ്രോഗ്രാമിനും ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഡിഗ്രിക്ക് പോലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ +2 85% അതിലധികം മാർക്കുള്ള ആളുകൾക്കാണ് ഇന്ന് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. നേഴ്സിംഗ് തിരഞ്ഞെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പോലും 90%-ലധികം +2 സയൻസ് സബ്ജക്റ്റിൽ മാർക്കുള്ള ആളുകൾക്കാണ് കിട്ടുന്നത്. നീറ്റ് എക്സാം എഴുതാൻ ഒരു വിദ്യാർത്ഥി ആലോചിക്കുമ്പോൾ തന്നെ 95% അതിലധികവും മാർക്കുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും A+ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ +2 ജയം മുതൽ അല്ലെങ്കിൽ പാസ്സാവുന്നത് മുതൽ ഒരു 70% വരെ മാർക്കുള്ള ആവറേജ് മാർക്കുള്ള വിദ്യാർത്ഥികളാണ്. ഇവർക്കൊക്കെ എന്താണ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളത്?
ഇവരെല്ലാം തന്നെ ചെറിയ പല കോഴ്സുകളും തിരഞ്ഞെടുത്ത് ജീവിതത്തിനെ ഒരു ശരാശരി ജീവിതമാക്കിയാണ് പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഏറ്റവും മികച്ച അവസരമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം നൽകുന്നത്. ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ വിദ്യാർത്ഥിയുടെ +2ൻ്റെ മാർക്കല്ല പരിഗണിക്കുന്നത്. ഈ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ ഒരു കാര്യം ചെയ്യാൻ കഴിവുള്ളവരാക്കി വിദ്യാർത്ഥികളെ മാറ്റുകയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഉദാഹരണത്തിന് നേഴ്സിംഗ് പഠിക്കാൻ ചേരുന്ന ഒരു വിദ്യാർത്ഥി 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് പഠനത്തിലൂടെ നേഴ്സിംഗ് എന്ന ജോലി ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്കില്ല് കിട്ടുന്ന വിധത്തിലാണ് ഈ പ്രോഗ്രാമിൻ്റെ ട്രെയിനിങ് ജർമ്മനിയിൽ നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ +2ൻ്റെ മാർക്ക് ജർമ്മനി പരിഗണിക്കുന്നില്ല. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് B2 പാസ്സായി ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് പരിഗണിക്കാതെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഏത് പ്രോഗ്രാമിലും നിങ്ങൾക്ക് ചേരാൻ വേണ്ടി സാധിക്കും. ഈവൻ നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സയൻസ് സബ്ജക്റ്റ് അല്ലാതെ കൊമേഴ്സും ആർട്സും പഠിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം നേഴ്സിംഗ് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് മാർക്ക് പരിഗണിക്കാതെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചു എന്ന ഒരു കാര്യം ചെയ്യുന്നൊരു വിദ്യാർത്ഥിക്ക് ജർമ്മനിയിൽ പോയി തികച്ചും സൗജന്യമായി പഠിക്കുവാനും പഠിക്കുമ്പോൾ 1.5 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് വാങ്ങുവാനും പഠനശേഷം ജോലിയിൽ പ്രവേശിക്കുവാനും 3.5 ലക്ഷം രൂപ ശമ്പളം നേടുവാനും പിന്നീട് ജർമ്മനിയിലെ PR-ഉം സിറ്റിസൺഷിപ്പും എല്ലാം കരസ്ഥമാക്കാൻ കഴിയുന്ന തികച്ചും കരിയർ പാത്വേ ഉള്ള സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളെ എല്ലാവരെയും ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. താങ്ക് യു സോ മച്ച്.